വ്യക്തതയോടുകൂടിയുള്ള തെളിവുകളുടെ ഒരു പെരുമഴ പ്രവാഹം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴ് രാഹുലിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ VK ശ്രീകണ്ഠൻ ആദ്യം പരാതിക്കാരി അപമാനിക്കുന്ന തരത്തിലൊരു പ്രസ്താവന നടന്നത് ഇവരുടെ തിരുത്തിയെങ്കിൽ പോലും അതൊക്കെ തിരുത്തേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ കേരളീയ സമൂഹം അത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല. അതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠന് തിരുത്തേണ്ടി വന്നത്. ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണം പെരുമഴയല്ലേ, 1, 2, 3, 4 ഒക്കെയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആരോപണമല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായ തെളിവാണ്, തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് വേറെ എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. പരാതി വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഞാനും നിങ്ങളും കണ്ടോ, ഈ പൊതുസമൂഹം കണ്ടോ, കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ? പിന്നെ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകൾ വേറൊന്നും പറയാനില്ല. ഞാൻ ഇന്നലെ അതേ പറഞ്ഞത്, കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ കേരളത്തിലെ പൊതുവികാരത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നയാളെ തടയില്ലൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുവികാരം രാജിവെക്കണം എന്നുള്ളതാണെന്ന് നിങ്ങൾക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ട് അതേ കാര്യം. അല്ല ഇത് ഇവരാണ് ഷാഫി പറമ്പിലാണല്ലോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾ. ഇതെല്ലാം നടന്നാലും ആ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂടി വെക്കുന്നതിന് വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരാൾ ഷാഫി പറമ്പിൽ കൂടിയാണ്. കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എങ്കിൽ അത് വളരെ ഗൗരവപൂർവമായ പ്രശ്നം തന്നെയാണ്. കോൺഗ്രസ് ആയാലും ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും ഒരു മൂല്യബോധത്തോടു കൂടിയാണല്ലോ മനുഷ്യർ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണേണ്ടത്. മൂല്യം പോയിട്ട് മൂല്യത്തിൻ്റെ ഒരു അംശം പോലും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീർണത ഇവരെ ബാധിച്ചിരിക്കുന്നു. അതിന് കൂട്ടു നിൽക്കാൻ ചിലർ മാനസികമായി ആ ജീർണതയോടൊപ്പം തന്നെ വരുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. അവരാണ് മൗനം നടിക്കുന്നത്.